ആലങ്ങാട്ട് യോഗം ശബരിമല സ്വാമി അയ്യപ്പ ഭക്തജന സംഘത്തിന്റെ രഥയാത്രയ്ക്ക് കൂവപ്പടി മാരിയമ്മൻ കോവിലിൽ സ്വീകരണം നൽകി. താലപ്പൊലിയും വാദ്യമേളങ്ങളുമായി ഭക്തിപൂർണമായ അന്തരീക്ഷത്തിലാണ് സ്വീകരണം നടന്നത്. ജനുവരി 11-ന് എരുമേലിയിൽ പേട്ടകൊട്ടോടെ യാത്ര സമാപിക്കും. മഞ്ഞപ്ര ആസ്ഥാനമായ ആലങ്ങാട്ട് യോഗം ശബരിമല സ്വാമി അയ്യപ്പ ഭക്തജന സംഘത്തിന്റെ രഥയാത്രയ്ക്ക് കൂവപ്പടി മാരിയമ്മൻ കോവിലിൽ ഭക്തിപൂർവമായ സ്വീകരണം നൽകി. താലപ്പൊലി, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലാണ് രഥം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. എരുമേലി പേട്ടയ്ക്കായി യാത്ര തിരിക്കുന്ന അയ്യപ്പ ഗോളകയേന്തിയ രഥത്തെ അനുഗമിച്ച് പെരിയോൻ പുറയാറ്റിക്കളരി സന്തോഷ് കുറുപ്പ് സ്വാമിയും ക്ഷേത്രത്തിലെത്തി. യോഗം ഭാരവാഹികൾ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച ചടങ്ങിൽ വെളിച്ചപ്പാട് കുറ്റിപ്പുഴദാസ് ഭക്തരെ അനുഗ്രഹിച്ചു. മുഖ്യ കാർമ്മികൻ രമേശ് പയ്യാക്കൽ, സംഘാംഗങ്ങളായ സന്തോഷ് നിലയിടത്ത്, സുനി കരുമാലൂർ, സുധി ആലങ്ങാട്, സുന്ദരേശൻ, ശിവദാസ്, രജീഷ്, ആദികൃഷ്ണ, ഹരീഷ് കണ്ണൻ ആലങ്ങാട്, ഷാജി മൂത്തേടൻ, ശ്രീഹരി, ശിവവിജയൻ, മാരിയമ്മൻ ക്ഷേത്രം കാര്യദർശികളായ ഗോപകുമാർ, ശരത് കുമാർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനുവരി 11 വൈകിട്ട് 3-ന് എരുമേലിയിൽ പേട്ടകൊട്ടോടെ രഥയാത്ര സമാപിക്കും. 27-നാണ് ആലങ്ങാട്ട് യോഗത്തിൻ്റെ പ്രശസ്തമായ എരുമേലിയിലെ പേട്ട. ആ പേട്ട എന്ന് പറയുന്നത് അനീതിക്കെതിരെ പോരാടി വിജയം കൈവരിച്ചതിൻ്റെ ഒരു ആഹ്ലാദ നൃത്തമായിട്ടാണ് കണക്കാക്കുന്നത്. അയ്യപ്പസ്വാമി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ശബരിമലയിൽ ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിക്കാൻ പോകുന്ന യാത്രയിൽ ആകെ കൂടെ ഉണ്ടായിരുന്നത് അമ്പലപ്പുഴ യോഗക്കാരും ആലങ്ങാട്ട് യോഗക്കാരുമായിരുന്നു, മലയാളികളായിരുന്നു. ആലപ്പുഴ കൂടി വിജയാഘോഷത്തോടെ നടക്കുന്ന പേട്ടയാണ് അമ്പലപ്പുഴപ്പെട്ട് ആലങ്ങാട്ടുപേട്ടയും. ആ പേട്ടതുള്ളി അട്ടയിലെത്തി സ്വാമിയെ വെച്ച് ആലുപൂജ നടത്തി. പമ്പയിൽ സ്വാമിയോടൊപ്പം ഇരുന്ന് സദ്യ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെതാണ് ഇപ്പോൾ നമ്മൾ പമ്പാ സദ്യ എന്ന് പറയുന്നത്. പമ്പാ സദ്യക്ക് ശേഷം വൈകിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന അയ്യപ്പൻ പൂജ അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്ക്, ആ വിളക്ക് നടത്തുന്നതിനാണ് പമ്പാ വിളക്ക് എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.